ഏ ഗായ്സ് വെൽക്കം ബാക്ക്. എന്നാ ഉണ്ടോ? സുഖമാണോ? അമ്മച്ചി ഉണ്ട്. അമ്മച്ചി പടക്കത്തില്ല. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നിപ്പുണ്ട്, നമുക്ക് പഴുത്തത്. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ അമ്മേ ലാഡർ കയറണം. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടോ. ഈ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മണ്ടക്കാണ് നിൽക്കുന്നത്. അമ്മച്ചി ഇതിൻ്റെ മണ്ടയ്ക്ക് തന്നെ ഇത് പറിക്കാനായിട്ട് പറ്റില്ല. ഇതേക്കോ നല്ലോണം വെട്ടുക ആണോനെ. അപ്പം തന്നെ ഞാൻ നീ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് അപ്പം തന്നെ അത് അടിച്ച് ഞാൻ കൊടുത്തു. ആണ്ടാണ് ഈ പറയുന്ന പറഞ്ഞു തന്നു. കുഴപ്പമില്ലല്ലോ. ഓ കുഴപ്പമില്ല. കാണിക്കട്ടെ കാണിക്കട്ടെ. കിട്ടി. പറഞ്ഞേ ഉള്ളായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരെണ്ണം ഉണ്ടായിരുന്നു പഴുത്തത്, കുറച്ചുകൂടെ പഴുത്ത്. പക്ഷേ ഇത് കൊള്ളാം. ഇതാന്നേരം അപ്പച്ചനും അമ്മച്ചിക്കും, അപ്പച്ചന് ജ്യൂസ് അടിച്ചു കുടിക്കണം, അമ്മച്ചിക്കും ജ്യൂസ് അടിച്ചു കുടിക്കണം. അതിന് വേണ്ടിയിട്ട് എടുത്തതും അതെ. അമ്മച്ചി ഓടുന്നു. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് രണ്ട് മൂന്ന് കായുണ്ട്, അതും കൂടി കാണിച്ചു തരാം. പിന്നെ ചുട്ടുമണി മേളിലുണ്ട്. ചുട്ടുമണി കുറച്ച് ഉറക്കത്തിലാണ്. ഇത്ര നേരം ഞാൻ എടുത്തോണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനെ വിചാരിച്ചു തന്നാൽ പോയി കുറച്ച് നേരം കിടന്നിട്ട് തരാം. അമ്മച്ചി എന്നാ അമ്മച്ചി ഞാൻ കാഴ്ച. അപ്പോൾ ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ, ഈ ജാസ്മിൻ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണ്ട നല്ല പൂവൊക്കെ അല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു. ഞങ്ങളത് പൊളിച്ചിട്ടാണ് ഈ വീട് വെച്ചതെന്ന്. ഇതാണ് അതിൻ്റെ ബാക്കി. ലൈക്ക് ഇതിൻ്റെ ഫ്രണ്ടിലോട്ടുണ്ടായിരുന്നു. ഇവിടെ വരെ കണ്ടായിരുന്നു ആ പഴയ വീട് നിന്നിരുന്നേ. ഞാൻ നിങ്ങൾക്ക് ബാക്കിലെ കുറച്ച് വിഷ്വൽസും കൂടി കാണിച്ചു തരാം. ഇത് ഇവിടെ നിന്ന പേരാ കേട്ടോ, ഒത്തിരി വർഷമായ പേരാ. ഞാനിവിടെ നാട്ടിൽ വരുന്ന സമയം തൊട്ടേ ഇതൊക്കെ ഉണ്ട്, ഈ പേരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ തൊട്ടുള്ള ഒരു കിണറാണ്. പിന്നെ ഇത് ഞങ്ങൾ പണിഞ്ഞ ഇത് എനിക്ക് തോന്നുന്നു 10-ലോ 12-ലോ അങ്ങോട്ട് 9-ലോ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് പണിഞ്ഞ ഒരു ടാങ്കാണ്, ഫിഷ് ടാങ്കാണിത്. ഈ നമ്മൾ വീട്ടിൽ തന്നെ വളർത്തുന്ന ഫിഷില്ലേ, അതിനെ വളർത്താനായിട്ട്. ഇത് പഴയ ഒരു ടോയ്ലറ്റാണ്. ഇത് ഞങ്ങൾ വീട് വാങ്ങിച്ച സമയം തൊട്ടേ ഇത് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അരക്കല്ലുണ്ട്, ലൈക്ക് കഴുകുന്ന കല്ല്, ഡ്രസ്സ് കഴുകുന്ന കല്ല്, ഇതെല്ലാം ഇങ്ങനെ. ഇവിടെ ഒരു പുളിമരമൊക്കെ ഉണ്ടായിരുന്നു. പേരയ്ക്ക അല്ല ചാമ്പയ്ക്കുണ്ട്. ചാമ്പയ്ക്ക അതുകൊണ്ട് നിൽക്കുന്നത് ചാമ്പയ്ക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മാവാണ് ഈ നിൽക്കുന്നത്. ഇങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല, ഭയങ്കര സീനാണ്. ഇവിടെ ഫുള്ള് കമ്പും കഷ്ണവും എല്ലാം കിടക്കുന്നതുകൊണ്ട് പേടിയാണ് ഇങ്ങോട്ട് വരാൻ. ഇത് കുരുമുളക് ഐശല്ലേ. ഇത് എനിക്കറിയാം, ഇത് പുളിമരമാണെന്ന് എനിക്കറിയാം. ഇത് വെട്ടിയായിരുന്നു, ഇത് വെട്ടി നിർത്തിയേക്കുക. ഇനിയുണ്ട്, ഇങ്ങനെ മാറി വളരുന്നുണ്ട് അവിടെ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാം. യെസ് അതന്നെ. ഇനി ഇത് ചക്കയൊക്കെ ഇഷ്ടമല്ലാത്ത ആരുണ്ടല്ലേ. ഇതാണ് ഇവിടുത്തെ സ്ഥലം. ബാക്കിൽ കുറച്ച് സ്ഥലം കിടക്കുന്നത്. ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പം അമ്മച്ചി അടുപ്പും കലവും ഒക്കെ വെച്ചേക്കുന്നതാണ്. പിന്നെ കോഴിക്കുള്ള ഫുഡും വേറെ ഏതാണ്ടൊക്കെ തടി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നത്. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഇത് നമ്മുടെ കോഴിക്കുട്ടും. ഓടണ്ട, ഞാനൊന്നും ചെയ്യത്തില്ല. ഓക്കെ. സോ ഇതൊക്കെയാണ് ഇവിടെ കാണിച്ചു തരാനുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്ന സമയത്ത് ഈ മാവ് മുറിച്ച് കളഞ്ഞായിരുന്നു. ഇതല്ല, ഇത് മുറിച്ചായിരുന്നു തോന്നുന്നു. ഇതാണോ അതാണോ? ഇതിലേതോ ഒരെണ്ണം മുറിച്ചു. അന്നേരം ഇവിടെ കുറേ കമ്പ്, ഈ കമ്പെല്ലാം ഇവിടെ കിടക്കുമായിരുന്നു. അതെല്ലാം എടുത്ത് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടു. അമ്മച്ചി എന്നെ വിളിച്ചു, ഞാനത് ചെയ്തു കൊടുത്തു. സോ ഇതിങ്ങനെ കിടക്കുന്നു. ഇതൊക്കെ ഇനി ആൾക്കാർ വന്നിട്ട് എടുത്തുകൊണ്ട് പോകും. അപ്പുറത്ത് ഒരാൾ ഇരുന്ന് നോക്കുന്ന കേട്ടോ. ഞാൻ എന്തു ചെയ്യുക എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ടോ? ഇതരാ നോക്കുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീടും വീട്ടുകാരും ആൾക്കാരും ഒക്കെ. ചക്ക നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു പഴയ വീടായിരുന്നു. അന്നേരം പുതിയ വീട് വെക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ചെറിയൊരു വീടായിരുന്നു. ലൈക്ക്
2 റൂമും ഒരു ഹാളും ഒരു കിച്ചൺ ഇവിടെ ആയിരുന്നു. കിച്ചണും ടോയ്ലറ്റും ഒരു സ്റ്റോർ റൂമും ഒക്കെ ഇവിടെ ആയിരുന്നു. ഇവിടെ ഇത്രയും സ്പേസൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇവിടെ അങ്ങോട്ട് അങ്ങനെ സ്പേസ് കിടക്കുമായിരുന്നു. ഇവിടെ വേറെ ഒരു ഷെഡൊക്കെ ആയിരുന്നു, ലോറി ഇട്ടിരുന്ന ഒരു ഷെഡൊക്കെ ആയിരുന്നു ഇവിടെ. ഞങ്ങൾ വരുന്നതിന് മുന്നേ ഒരു ഫാമിലി താമസിക്കുന്നുണ്ടായിരുന്നു. അവർ പോയതിന് ശേഷം ഞങ്ങൾ ഇത് വാങ്ങിച്ചേ. സോ ഈ സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ പഴയ സ്റ്റെപ്പാണ്. ഈ വീട് നിന്നപ്പോൾ വെച്ച സ്റ്റെപ്പാണ്, അതായത് വീട് പണിയുടെ സമയത്തൊക്കെ വെച്ച സ്റ്റെപ്പാണ് ഇതൊക്കെ. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ വേറെ ഒന്നും ഇല്ല ഇവിടെ. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിൻ്റെ പറമ്പും ഒക്കെ. അമ്മേ, അപ്പോൾ ഗൈസ് ഇനി അപ്പച്ചൻ ഇവിടെ എന്തോ വലിയ പണിയില്ല കേട്ടോ, നോക്കാം. അപ്പച്ച എന്തെടുക്കുക? അപ്പച്ച എന്തെടുക്കുക? ഞാൻ പറയത്തില്ല. ഇവിടെ ഏതാ ഗൈസ്, ഇത് ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞില്ലേ, ഇത് ആക്ച്വലി ഇത് 2 കുളമാണ്. കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇങ്ങനത്തെ പൂവിൻ്റെ കുളമാണ്. ഇതിനകത്ത് അപ്പച്ചൻ ഈ ചെടിക്ക് വെക്കാനുള്ള വളത്തിനുള്ള എന്തൊക്കെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇത് തുറക്കില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പോവുമായിരിക്കും. അത് ആക്ച്വലി എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത് ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് മറ്റേ ഇരിക്കുന്ന റൗണ്ട് ടൈപ്പാണ്. അപ്പോൾ റൗണ്ടിന് ഇത് കണ്ടില്ലേ, റൗണ്ടാണ് ഇത്. അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും പൊട്ടിക്കൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചേക്കുന്നത്. ഇത് ആക്ച്വലി അവിടെ വരാനിരുന്നത്. അതാണ്ട് ഈ തെങ്ങിൻ്റെ ചോട്ടിൽ ഈ തെങ്ങിന് പകരം വെക്കാനിരുന്നതാണ് ആ കുളം. ഇതിലൊരു കുളം ഇവിടെ വെക്കാനിരുന്നത്. പക്ഷേ ഈ തെങ്ങ് ഇപ്പോൾ വളർന്ന് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര പാടാണ് ഇപ്പോൾ ഇതിങ്ങനെ വളർന്ന് നിൽക്കുന്നത്. സോ പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോലെ കുറേ ചെടികളൊക്കെ ഉണ്ട്, പൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. വണ്ടിയില്ല, എൻ്റെ ഡിയോ മാത്രമേ ഉള്ളൂ, ഡിയോ കൂട്ടം മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ വണ്ടിയൊന്നുമില്ല. ഞാനൊരു സാധനം നിങ്ങളെ കാണിക്കാൻ വിട്ടു. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ നിൽക്കുന്ന ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആത്തക്കയാണ്, മുള്ളാത്തക്കയാണ്. എന്താണ് ഇതാണ് സാധനം. ഇത് പച്ചയാണ്. ഇത് കുറച്ച് പഴുത്ത് കഴിയുമ്പോൾ നല്ല ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു അവർ ഇന്നർ ബോഡി. ലൈക്ക് നമ്മുടെ അകത്തെ ഇൻറ്റസ്റ്റൈൻസിനും കാര്യങ്ങൾക്കൊക്കെ നല്ല ഒരു ഫ്രൂട്ടാണ്. ബിക്കോസ് ഇത് നല്ല ഔഷധമുള്ള ഒരു ഫ്രൂട്ടാണ്. എന്തൊക്കെയോ ഉണ്ട്, പ്രത്യേകതകളൊക്കെ ഉണ്ട്. ലങ്സിനൊക്കെ നല്ലതാണ്. ലൈക്ക് കിഡ്നി, ലങ്സ്, സ്റ്റൊമക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ബെസ്റ്റ് ഫ്രൂട്ടാണിത്. പിന്നെ ഓമയ്ക്ക ഇപ്പോൾ ഉണ്ട്, കണ്ടില്ലേ ഓമയ്ക്ക ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വള്ളി കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വേറെ എന്തെങ്കിലും സാധനമായിരിക്കും. അന്നേരം അപ്പച്ചൻ പറഞ്ഞേ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്കാഡോ വേണമെന്ന്. അതായത് അവക്കാഡോയുടെ കുരു കൊണ്ടുവന്ന് നട്ടു വെച്ചിട്ട് അപ്പച്ചൻ കിളിപ്പിച്ചെടുത്തതാണ് ഈ കിടക്കുന്ന ഇതിൽ കായായിട്ടില്ല ഇതുവരെ. എന്താ കായാവാത്തതെന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല കായാവാത്ത എന്താന്ന്. ഇതൊരു ഫ്രൂട്ട് ഇതെല്ലാം ആയിട്ടില്ല. ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഓക്കെ, ഡെഫിനറ്റ്ലി. അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ കൈ പോയി ഇന്ന് എനിക്കൊരു 3-4 കുത്ത് കിട്ടി ഈ സാധനത്തേന്ന്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര സീനാണ്. അതേപോലെ കണ്ട് ഗൈസ് ആത്തക്ക, ഞങ്ങൾ ഇതും അവിടെ നിൽക്കുന്ന അതുകൊണ്ട് അവിടെ നിൽക്കുന്ന ആ സാധനം രണ്ട് സ്പീഷീസ് ആട്ടോ. ഇതാണ്ട് ഈ ഫ്രൂട്ട്, ഇതും രണ്ടാണ്. കൺഫ്യൂസ് ആവല്. അതിന് വേറൊരു ടേസ്റ്റും ഇതിന് വേറൊരു ടേസ്റ്റുമാണ്. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മധുരമുള്ളതാണെന്ന് തോന്നുന്നു ഈ ആത്തക്ക. ഞാൻ പണ്ട് പറിക്കാൻ പോകുമായിരുന്നു. ലൈക്ക് ഇങ്ങനത്തെ ഫ്രൂട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ, പേരയ്ക്ക, ചാമ്പയ്ക്ക, ആത്തക്ക, പിന്നെ ഓറഞ്ചും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും കിട്ടും. ബട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. പ്രത്യേകിച്ച് ചാമ്പയ്ക്കൊന്നും അങ്ങനെ കിട്ടത്തില്ല, നാട്ടിലൊക്കെ കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് ഉപ്പിലിട്ട ചാമ്പയ്ക്ക വേറെ സീനാണ്. അപ്പോൾ ഇതൊക്കെ ആണ് എനിക്ക് കാണിച്ചു തരാനുള്ളത്. ഓക്കെ, കോൺസ്റ്റൻ്റായിട്ട് ഞാൻ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. എനിക്ക് ഇടണം, നിങ്ങളെ കാണിച്ചു തരണം. നിങ്ങൾ എൻ്റെ വ്ലോഗ് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് എനിക്കൊന്നും കാണിച്ചു തരാനില്ല. അപ്പോൾ ഇതൊക്കെയുള്ളൂ കാണിച്ചു തരാൻ. പിന്നെ പുറത്തോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ നാളെ ഞാൻ ഫ്രീ ആണ്. സൺഡേ ആണ് നാളെ. നാളെ സൺഡേ. അപ്പോൾ
നാളെ സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഈവനിങ് ഇവിടെ ടോപ്പിൽ ഞങ്ങൾ ഇവിടുന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് മല, ഒരു മല പോലെയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ ഞാൻ നടന്നു പോകാനാണ് ചാൻസ് കൂടുതലുള്ളത്. സോ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് വിഷ്വൽസും കൂടി കാണിച്ചു തരാം. പിന്നെ അവിടെ ഒരു തോടുണ്ട്, കാണാൻ പറ്റും, അടിപൊളി ഒരു തോട്, രസമാണ് അവിടെ കാണാൻ. ഇടയ്ക്ക് അവിടെ ആൾക്കാരൊക്കെ വന്ന് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട്. ചിലപ്പോൾ ഞാൻ കാണിച്ചു തരും അതൊക്കെ. ഇൻ കേസ് ഞാനിത് മറന്നു പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് തെറി വിളിക്കില്ല, ഞാൻ അത്രേ പറയത്തുള്ളൂ. ഞാനിത് ഇൻ കേസ് ഇനി ഞാനിത് കാണിച്ചില്ല എന്ത് ചെയ്യുമെന്ന് ചോദിക്കല്ലേ, നാളെ ഞാൻ എടുക്കാം. നാളെ ഞാനൊരു 4 o'clock 1 o'clock 2 o'clock ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മേലോട്ട് പോകാം. അവിടുത്തെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ലൈക്ക് കാറ് കിട്ടുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റും. അതുവരെ ഞാൻ ഈ അടുത്തുള്ള ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സീ യു ഗൈസ് ടുമോറോ. നാളെ കാണാം. നാളെ പള്ളിയുണ്ട്, രാവിലെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പച്ചനെയും അമ്മച്ചയും കൊണ്ട് പള്ളിയിൽ പോകണം. സ്കൂട്ടർ, വേറെ വഴിയില്ല, നോ വറീസ്. എങ്ങനെയും പോയി അവിടെ പള്ളിയിൽ എത്തണം. രാവിലെ 7:30 ആകുമ്പോഴത്തേക്കിന് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 7-7:45 ആകുമ്പോഴത്തേക്കിന് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാളെ പള്ളിയിലും പോയി വീട്ടിൽ വരാം. വീട്ടിൽ വന്നിട്ട് വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വ്ളോഗും എടുക്കാം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ. ബൈ.